ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സ്വാദിഷ്ടമായ ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീൻ മാരിനേഷൻ ചെയ്യാനായി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് മീൻ കഷ്ണത്തിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും മീൻ മാരിനേറ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. മാരിനേറ്റ് ചെയ്ത മീൻ ഒരു പരന്ന പാനിൽ എണ്ണ പുരട്ടി 2 വശങ്ങളും 2 മിനിറ്റ് വീതം ഫ്രൈ ചെയ്യുക. മീൻ വറുക്കുന്ന സമയത്ത് തന്നെ ഒരു തക്കാളിക്കയും ഇതുപോലെ അരിഞ്ഞ് ഗ്രിൽ ചെയ്തെടുക്കാം. ഒരു ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 ഏലക്കായും ചെറുതായി അരിഞ്ഞുവെച്ചിരിക്കുന്ന 12 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞുവെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു പകുതി സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞളിന്റെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴറ്റുക. ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ 2 കപ്പ് ഒഴിക്കാം. ഒന്ന് ചൂടാകുമ്പോൾ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. തേങ്ങാപ്പാലൊന്ന് തിളച്ചു വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടുകൊടുക്കണം. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇതിന്റെ കൂടെ ഇട്ടുകൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ചാറൊന്ന് വറ്റിവരുമ്പോൾ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഗ്രിൽ ചെയ്ത തക്കാളിക്കയും കൂടെ ഇട്ടുകൊടുക്കാം. ഇതിനുശേഷം തവി കൊണ്ട് ഇളക്കാതെ നോക്കണം. മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ചട്ടി ചുറ്റിച്ച് ഇളക്കിയെടുക്കുക. വളരെ സ്വാദിഷ്ടമായ ഫിഷ് മോളി റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.